ADGPയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ആ റിപ്പോർട്ട് DGP ഗവൺമെൻറ് നൽകുകയാണ്. ആ റിപ്പോർട്ട് നൽകുമ്പോൾ DGP ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. DGPയെ തന്നെ. ADGP ആണ് ഈ പറയുന്ന ചുമതല നിർവഹിച്ച ആൾ എന്നുള്ളത് കൊണ്ട് ആ ചുമതലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ്. ഏകദേശം 1 മാസത്തെ സമയമാണ് അതിന് അനുവദിച്ചിരുന്നത്. അതെ, നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇന്നൊക്കെയാണ്. അപ്പോൾ അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിന് റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ. നിഷ്പക്ഷമായി നടക്കുമെന്നുള്ളതിനുള്ള ഉറപ്പാണല്ലോ ഇതൊക്കെ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആശങ്കയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മേലെയുള്ള DGP ആണല്ലോ അന്വേഷിക്കുക. അപ്പോൾ DGP തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയാണല്ലോ വേണ്ടത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം ഇത്തവണ അലങ്കോലമാക്കിയെന്നതിൽ മുഖ്യമന്ത്രിക്ക് സംശയമില്ല. ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് വൈകിയെന്നും മുഖ്യമന്ത്രി സമ്മതിച്ചതാണ്. സ്ഥലത്തുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന് DGP നോട്ട് എഴുതി നൽകുകയും ചെയ്തു. ഇതേ ADGP തന്നെയാണ് അന്വേഷിച്ചതും റിപ്പോർട്ട് വൈകിപ്പിച്ചതും. ഈ റിപ്പോർട്ടിന് സമഗ്രത പോരെന്നും മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. ADGP 6 മാസം അന്വേഷിച്ചു കൊടുത്തതാണ് ഈ പൊട്ട റിപ്പോർട്ട്. വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ടുമായി വരാൻ DGPക്ക് ഇപ്പോൾ നിർദ്ദേശം. ഇത്രയുമായിട്ടും ADGP ഇപ്പോഴും ക്രമസമാധാന പാലന ചുമതലയിൽ. ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം എന്തായെന്ന് ആർക്കും അറിയില്ല. അൻവർ ആരോപണം ഉന്നയിച്ച ശേഷം പ്രഖ്യാപിച്ച അന്വേഷണത്തിന് അനുവദിച്ച 30 ദിവസം കഴിഞ്ഞു. സംസ്ഥാന DGPയെ പോലും അവിശ്വാസത്തിന്റെ നിഴലിൽ നിർത്തുന്ന മുഖ്യമന്ത്രി, അന്വേഷണത്തിന്റെ പൂരം തന്നെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി കാത്തിരിക്കുന്നത് ഇനി ഏത് റിപ്പോർട്ടിനെയാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ CPM-നെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് K അനിൽകുമാർ, BJP വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ, RJD നേതാവ് ശ്രീ സലീം മടവൂർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇതിപ്പോൾ ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്, ഏത് അന്വേഷണ റിപ്പോർട്ട് വരാനാണ് മുഖ്യമന്ത്രി കാത്തിരിക്കുന്നത്? ഇപ്പോൾ ADGPക്ക് എതിരെയുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണല്ലോ ഈ പൂരം അലങ്കോലമാക്കിയതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം DGP നോട്ടായിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയതാണല്ലോ. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് റിപ്പോർട്ട് കിട്ടട്ടെ എന്താണ് ഇത്രമാത്രം സമഗ്രമായ ഒരു റിപ്പോർട്ട് ADGPക്കെതിരെ നടപടിക്കായി വേണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നതിന് പിന്നിൽ? തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പങ്കുവച്ച വിവരങ്ങൾ നോക്കിയാൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ആത്മപരിശോധന നടത്തണം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ചരിത്രപരതയിൽ തന്നെ മലയാളികൾ അവരുടെ സ്വന്തമായി കരുതുന്ന ഒരു സാർവദേശീയ മാനങ്ങളുള്ള ഒരാഘോഷം. അതിന് മതപരമായ മാനങ്ങളല്ല, അതിനപ്പുറമുള്ള വലിയ സാംസ്കാരിക പൈതൃക മാനങ്ങളുണ്ട്. മലയാളക്കരയ്ക്ക് ഏറ്റവും വിലപ്പെട്ടതാണത്. അതൊരു ലഹരിയാണ്, അതൊരു വികാരമാണ്, അതൊരു നാടിൻ്റെ സംസ്കാരമാണ്. അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പരിമിതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കലക്കാനിറങ്ങി തിരിച്ചു ഒരു കൂട്ടം. അതാണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. അത് ഒരു പൊട്ട റിപ്പോർട്ടാണ് എന്ന് പറയുന്നത് ആരാണോ കലക്കാൻ ഇറക്കി തിരിച്ചത് അവരുടെ ഭാഷയാണ്. അവർ പോലും അങ്ങനൊരു ഭാഷ പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു പൊട്ട റിപ്പോർട്ടാണെന്ന് പറയുന്നത് അവരുടെ ഭാഷയാണ്.
പക്ഷെ അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താണ് അല്ല, ആ റിപ്പോർട്ട് റിപ്പോർട്ട് ആകുന്നത്? തന്നെയാണല്ലോ സമഗ്രത ഇല്ല എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിയായി അല്ല ആ വിരാജിക്കുന്ന- റിപ്പോർട്ടിനെയാണല്ലോ സമഗ്രത ഇല്ലാത്തത് എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതും ആ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഈ പൂരം അലങ്കോലമാക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയതും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇന്റലിജൻസിനെ ചുമതലപ്പെടുത്തിയതും ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തിയതും. അപ്പോൾ ആ റിപ്പോർട്ട് സമഗ്രമായിരുന്നു, പൊട്ട റിപ്പോർട്ട് അല്ലായിരുന്നുവെങ്കിൽ അത് അതേപടി അംഗീകരിക്കാമായിരുന്നുവല്ലോ. ആ റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞുവെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ആ റിപ്പോർട്ട് പ്രാഥമികമായി സ്വീകരിക്കുകയുണ്ടായി. ആ സ്വീകരിച്ചുകൊണ്ട് പൂരം കലക്കുന്നതിന് ഗുരുതരമായ ഒരു ശ്രമം അവിടെ നടന്നു. ആ ശ്രമം നടത്തിയത് സംഘപരിവാർ തന്നെയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ അതിൽ ലഭ്യമാണ് എന്നാണ് ഇന്നത്തെ ആ റിപ്പോർട്ടിൻ്റെ ഭാഗം. ആ ഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിൽ എന്താ പ്രശ്നം? LDF പറയുന്നത് കേരള സർക്കാരിൻ്റെ പോലീസ് അന്വേഷിക്കുമ്പോൾ സംഘപരിവാരത്തിന് കീഴ്പ്പെട്ട ഒരു പോലീസല്ല ഇത്. ആ പോലീസ് തന്നെ സംഘപരിവാരം തൃശ്ശൂർ പൂരം പോലെ മഹത്തായ ഒരു കാര്യത്തെ അലങ്കോലപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ദുരുപയോഗിക്കാനും ചില നീക്കങ്ങൾ നടത്തി എന്നുള്ള കാര്യം ആ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഫലത്തിൽ RSSനെതിരായ, സംഘപരിവാർക്കെതിരായ, അവിടെ മത്സരിച്ച സുരേഷ് ഗോപിക്കെതിരായ, അവിടെ സാന്നിധ്യമുണ്ടായി തീർന്ന മറ്റ് വ്യക്തികൾക്കെതിരായ കുറ്റപത്രമാണത്. അത് സമൂഹത്തിന് മുന്നിലുണ്ട്. എന്നാൽ അത്തരമൊരു റിപ്പോർട്ട് വെച്ച് മാത്രം നിയമ നടപടികളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാവില്ല. അതുകൊണ്ട് റിപ്പോർട്ടിന് എന്ത് വേണം? ആ റിപ്പോർട്ടിന് നിയമത്തിൻ്റെ വഴികൾ സഞ്ചരിപ്പിക്കണം. അതിനാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷിക്കുന്നതിലേക്കാണ് കേരള സർക്കാർ നീങ്ങുക. കേസെടുക്കുമ്പോൾ അതിൽ വീഴ്ച വരുത്തിയവരെല്ലാം കുറ്റവാളികളാകും. അലങ്കോലപ്പെടുത്തിയതൊരു ഭാഗം. രണ്ട്, ഇപ്രകാരം ഒരു അലങ്കോലപ്പെടുത്തൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടോ എന്ന ഭാഗം ADGP മനോജ് എബ്രഹാം അന്വേഷിക്കും. പക്ഷെ ശ്രീ K. അനിൽകുമാർ 6 മാസമായല്ലോ, ഒരാഴ്ചയ്ക്കുമെങ്കിലും പ്രാഥമിക റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് 6 മാസമായി ഈ അന്വേഷണം പോയിട്ട് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചതാണ് അന്വേഷണം നീണ്ടുപോയെന്ന്. പിന്നെ ഈ റിപ്പോർട്ട് ഇപ്പോൾ പൊടിതട്ടിയെടുക്കുവാനുള്ള കാരണം എന്താണ്? PV അൻവർ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ കാര്യം പിന്നെ സർക്കാർ ഓർത്തതെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഓർമ്മ വന്നതും അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, എന്നോട് ഒരാഴ്ചത്തെ കൂടി സമയം ചോദിച്ചിട്ടുണ്ട്, 24-ാം തീയതിക്ക് മുമ്പ് തരൂ, സെപ്റ്റംബർ 24-ന് മുമ്പ് തരൂ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു. അതനുസരിച്ച് 24-ന് മുമ്പ് കിട്ടുകയും ചെയ്തു. അതൊന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഇത്രയും നാളെടുത്ത് അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു റിപ്പോർട്ടാണെങ്കിൽ, കേവലം സംഘപരിവാറിനെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. ഇത് ഈ പൂരം അലങ്കോലപ്പെടുത്തിയത് സംഘപരിവാറാണ്, അത് സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം എടുത്തു വെച്ചുകൊണ്ട് അംഗീകരിക്കുകയും ഇതിന് സമഗ്രതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ എന്ന് താങ്കൾ ചോദിക്കുകയുണ്ടായി. ഈ റിപ്പോർട്ടിൽ ഒരു ഭാഗം ഈ സംഘപരിവാറിനെതിരെയുള്ള കാര്യം മാത്രം അംഗീകരിച്ചുകൊണ്ട് മറുഭാഗങ്ങളെല്ലാം കളയുന്നതുകൊണ്ടാണല്ലോ ഇനിയും ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ DGP കൃത്യമായിട്ടൊരു നോട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ് ADGPയുടെ വീഴ്ചയെക്കുറിച്ച്. പിന്നെയും ആ ADGPയെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷിക്കാൻ പോവുകയാണ്. ഇതെന്താണ് ഈ കാണുന്നത്? ഇതേ ADGP തന്നെയാണല്ലോ ഇത്രയും അന്വേഷിച്ചിട്ട് സമഗ്രത ഇല്ലാത്ത ഒരു റിപ്പോർട്ട് നൽകിയതും. റിപ്പോർട്ട് സമഗ്രതയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഉണ്ട്. നിങ്ങൾ സംഘപരിവാരം തുറന്നു കാട്ടപ്പെടുമ്പോൾ അതിൻ്റെ അസ്വസ്ഥതയും സംഘപരിവാർ തുറന്നു കാട്ടപ്പെടുമ്പോൾ അതിൻ്റെ അസ്വസ്ഥതയും കേവലം അത് സംഘപരിവാറിനെ കുറിച്ച് മാത്രമുള്ള കാര്യമാണ് എന്ന ന്യൂനീകരണവും ഒക്കെ നടത്തുന്നത് സംഘപരിവാറിനോടുള്ള സേവയാണ്. അല്ല അനിൽകുമാർ, സംഘപരിവാറാണ് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. സമഗ്രതയില്ല, ഞാൻ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ സാർ, ഞാനൊന്ന് പറയട്ടെ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി RSSനെ പോയി കണ്ട് RSSുമായി ലൈസൺ നടത്തി RSSുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റിമറിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ADGP, അദ്ദേഹമാണ് അന്വേഷിക്കാൻ പോകുന്നത്. അന്വേഷിക്കാൻ പോകുന്നയാൾ അന്വേഷിച്ച് തരുന്ന റിപ്പോർട്ട് RSSന് അനുകൂലമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ചർച്ച എന്താകുമായിരുന്നു? ഞങ്ങൾക്കിതായിരുന്നു ചോദ്യം. അപ്പോൾ RSSന് വളരെ വളരെ വിഷമകരമായ
കുറ്റപ്പെടുത്തലാണ്, RSSനെ തുറന്നുകാട്ടലാണ്. തൃശൂർ പൂരം പോലെ ഒരു മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഒറ്റ വാചകത്തിൽ അത് പറഞ്ഞതല്ലാതെ ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല സാർ. സുരേഷ് ഗോപി എന്ന് റിപ്പോർട്ടിൽ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ADGPക്ക് അതിന്റെ ഗൂഢാലോചന കണ്ടെത്തുന്നതിൽ എന്ത് വിഷമമാണ് ഉണ്ടായിരുന്നത്? 6 മാസം അന്വേഷിച്ചതാണല്ലോ. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഏതേത് ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? കാരണം എന്താണ്? ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് വീഴ്ച പറ്റിയത്. അത് DGP തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട് സാർ. എന്നിട്ട് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് വിലയില്ല. ഏത് റിപ്പോർട്ട്? DGP കൊടുത്തിരിക്കുന്ന നോട്ട് മുഖ്യമന്ത്രിക്ക് വിലയില്ല. മുഖ്യമന്ത്രി DGPയോട് പറയുകയാണ് ഒന്നോടെ പോയി അന്വേഷിച്ചിട്ട് വരാൻ. അവിടെയാണ് നിങ്ങൾ തെറ്റായി ധരിപ്പിക്കുന്ന ആളുകളെ. ഒന്ന്, സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പൂരം കലക്കലിന്റെ ഭാഗമായി സംഘപരിവാരം കേരളത്തിൽ നടപ്പാക്കിയ നിന്ദ്യവും നീചവുമായ ഒരു കൃത്യത്തിന്റെ കള്ളക്കമ്മട്ടത്തിലിടിച്ച കള്ളനാണയമാണ് എന്ന് കേരളത്തിന് മുന്നിൽ തെളിഞ്ഞ ദിവസമാണിന്ന്. ആ തെളിഞ്ഞു എന്നുള്ള രാഷ്ട്രീയത്തെ മൂടിവെക്കാൻ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ആ പഴമുറം കൊണ്ടൊന്നും ഈ സത്യം ഇല്ലാതാവില്ല. 2, അതിനെ തുടർന്ന് ഒരു ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനാണ് ക്രൈംബ്രാഞ്ചിനത് കൈമാറുന്നത്. അതിനർത്ഥം എന്താണ്? ADGPയുടെ അന്വേഷണം എന്ന് പറയുന്നത് കേസെടുത്തുകൊണ്ടുള്ളതല്ല. കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ഇപ്പോൾ മൊഴിയെടുപ്പാണെങ്കിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്ന തരത്തിൽ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായ സംഭവവികാസങ്ങൾ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ആയതുകൊണ്ട് ഈ റിപ്പോർട്ട് പൊട്ട റിപ്പോർട്ടല്ല. ഈ റിപ്പോർട്ട് സംഘപരിവാരത്തിന്റെ അനിൽകുമാർ, താങ്കൾക്ക് അങ്ങനെയായിരിക്കും മനസ്സിലായത്. താങ്കളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ത്രിതല അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് അടുത്ത പൂരമെങ്കിലും ആകുമ്പോൾ റിപ്പോർട്ട് വരുമോ എന്നുള്ളത് നോക്കാം. അടുത്ത പൂരമെങ്കിലും ആകുമ്പോൾ റിപ്പോർട്ട് വന്നാലായി. ഇത് തന്നെ 6 മാസമാണ് നീണ്ടത്. വാക്കുകൂടെ പറയട്ടെ. ഇല്ല, റിപ്പോർട്ടല്ല. നിങ്ങൾ തെറ്റാണ് പറയുന്നത്. നിങ്ങൾ താങ്കൾ പറയുന്നു കേസെടുത്ത് അന്വേഷണം നടക്കുമെന്ന്. ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിനല്ല, കേസെടുക്കുമെന്ന്. ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കേസെടുത്ത് അന്വേഷിക്കലേ നടക്കൂ. അപ്പൊ ക്രൈംബ്രാഞ്ചിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ കൂടിയുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, സംഘപരിവാറിനെ വലിച്ചുകീറുന്നതാണ്, തനിനിറം പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ട്. അതായത് ADGP MR അജിത് കുമാർ സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഏതേലും PR ഏജൻസി എന്തേലും മണ്ടത്തരം എഴുതി കൊടുക്കും. ആ മണ്ടത്തരമായിട്ട് പത്രസമ്മേളനങ്ങളിലും പത്രങ്ങളുടെ ഇൻ്റർവ്യൂകളിലും ചാനൽ മുറികളിലുമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്നിരുന്ന് സ്വയം വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച മാത്രമാണ് കുറച്ച് നാളുകളായിട്ടും ഇന്നും കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഘപരിവാറിനെ വലിച്ചു കീറി, സംഘപരിവാർ തൃശ്ശൂർ പൂരം കലക്കി, സംഘപരിവാർ അട്ടിമറിച്ചു, സുരേഷ് ഗോപി കള്ളക്കമ്മട്ടത്തിലെ കള്ളനാണയമായി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവിടാൻ വേണ്ടിയിട്ട് CPM ഇത്ര ഭയക്കുന്നു, മുഖ്യമന്ത്രി ഇത്ര ഭയക്കുന്നു? ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തു വിടുക. കേരളം ചർച്ച ചെയ്യട്ടെന്നേ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമില്ല. സംശയം ഇത്രയേ ഉള്ളൂ, ഇതാരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ തവണയാണ് ഇത് നടക്കുന്നത്, അല്ല, കാലങ്ങളായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഞാൻ ഈ തൃശ്ശൂർ പൂരം നടത്തുന്നത് പ്രധാനമായിട്ടും 2 ദേവസ്വങ്ങളാണല്ലോ, തിരുവമ്പാടിയും പാറമേക്കാവും. ഇവർ രണ്ടുപേരും ചേർന്ന് 9-ാം മാസം 6-ാം തീയതി പുറത്തുവിട്ടിരിക്കുന്ന ഒരു സംയുക്ത പത്രസമ്മേളനമുണ്ട്. അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം ഞാൻ വായിക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ശ്രദ്ധിക്കണം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൂരത്തോടനുബന്ധിച്ച സാമ്പിൾ വെടിക്കെട്ട് മുതൽ പൂരം ദിവസം വരെ തീർത്തും അനാവശ്യമായ പോലീസ് ഇടപെടലുകളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് ആളുകളെ കയറാൻ തടസ്സം നിൽക്കുന്നതുള്ള വലിയ തോതിലുള്ള വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഈ ഒരു തവണത്തെ അല്ല പറഞ്ഞത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള പോലീസിൻ്റെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളം ആരാണ് ഭരിക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. CPM ആണ് ഭരിക്കുന്നത്. തികഞ്ഞ ഹിന്ദു വിരുദ്ധതയും ക്ഷേത്ര വിരുദ്ധതയും മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനോടൊക്കെയുള്ള വൈരാഗ്യമാണ് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തൃശ്ശൂരിലെ ഇടതുപക്ഷത്തിന്റെ MLA എന്നല്ലേ
ഈ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വന്നിട്ട് ഫയറിലെ മുത്തുച്ചിപ്പിയിലേക്ക് പോലുള്ള അശ്ലീല തരത്തിലുള്ള ഒരു പോസ്റ്റ് ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഒക്കെ കുറിച്ചിട്ടിട്ട് പോയത്. അടുത്ത ദിവസം അദ്ദേഹത്തിന് അവിടെ വന്ന് മാപ്പ് പറഞ്ഞ് മെഴുകിയിട്ട് പോകേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത്, ക്ഷേത്ര വിരുദ്ധത എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖമുദ്രയാണ്. നിങ്ങൾ ഇത് കാലങ്ങളായിട്ട് അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പുറത്തു വിട്ടിട്ടില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിലെ വാചകങ്ങളായിട്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായ ലക്ഷ്യത്തോടെ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായി നിയമപരമായി അനുവദിക്കാൻ സാധിക്കാത്ത ആവശ്യങ്ങൾ ബോധപൂർവം ഉന്നയിച്ചിട്ടുണ്ട് പൂരത്തിന്റെ സമയത്ത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂരം നടത്തിപ്പുകാരിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇത് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം നിയമപരമായി നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയണം, ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയണം. എന്റെ അറിവില് പൂരം നിർത്തിവെക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് തിരുവമ്പാടി ദേവസ്വമാണ് ഇനിഷ്യലി എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്കാണ് രാത്രി 2 മണിക്ക് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ തിരുവമ്പാടിയുടെ സെക്രട്ടറി ആരാണ്? തിരുവമ്പാടിയെ ഭരിക്കുന്നത് ആരാണ്? ശ്രീ ഗിരീഷാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്? അദ്ദേഹം തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ ക്യാമ്പയിന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം BJP കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും നമുക്കൊരു ലോജിക്കെങ്കിലും നമുക്ക് ചിന്തിക്കാമായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളല്ല, അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഇനി മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അവിടുത്തെ സാമുദായിക വിഷയങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഞാൻ അതാണ് ചോദിച്ചത്. തൃശ്ശൂരിൽ നിലനിൽക്കുന്ന, കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായികമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ശ്രമിച്ചതാരാണ്? ഇടതുപക്ഷത്തിന്റെ MLA ആണ്. അവിടെ മത്സരിക്കുന്ന CPM അല്ല, CPI ആണ്. ആ CPIയുടെ MLA ആണ് ആ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന നിലയിൽ അശ്ലീല നിലവാരത്തില് ഇടതുപക്ഷത്തിൻ്റെതായ തലത്തിലുള്ള അവരുടെ നിലവാരം പ്രകടമാക്കുന്ന തലത്തിലുള്ള ഒരു പോസ്റ്റുമായിട്ട് വന്നതും ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷത്തിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പക്ഷേ യുവരാജ്, ഇപ്പോൾ ഇത്രയോ അന്വേഷണം നടന്നിട്ടും 6 മാസമായല്ലോ അന്വേഷണം തുടങ്ങിയിട്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അന്വേഷണ റിപ്പോർട്ട് നൽകിയതും. ഈ അന്വേഷണം നടന്നിട്ടും എന്താണ് കാരണം തൃശൂർ പൂരം അലങ്കോലമാകാൻ? അത് കണ്ടെത്തിയിട്ടില്ല. ഇത് പല തവണയായിട്ട് പറഞ്ഞതുകൊണ്ട് ഇതൊരു ആവർത്തന വിരസത വന്നേക്കാൻ സാധ്യതയുണ്ട്. എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മഞ്ജുഷ ചോദിച്ചുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായി നടപ്പാക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്തായിരുന്നു ആവശ്യം? ഒന്ന്, കേരളത്തിൽ ഈ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കുറെ NGOകൾ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സ്ഥിരമായി തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ഹൈക്കോടതിയിലുള്ള ചില ഡിവിഷൻ ബെഞ്ചുകൾ കേന്ദ്രീകരിച്ചിട്ട് ഇവർ നിഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇപ്പോൾ ഇത്തവണ തന്നെ തൃശ്ശൂർ പൂരം കൊടിയേറുന്നതിന്റെ അന്നോ തലേ ദിവസമോ ഒരു ഓർഡറുമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. എന്താണ് ഓർഡർ? ആനകളുടെ 50 മീറ്റർ അകലെ മാത്രമേ മേളക്കാർ ഉൾപ്പെടെ നിൽക്കാൻ പാടുള്ളൂ എന്നാണ്. തൃശ്ശൂർ പൂരത്തെ നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം, മടത്തിൽ വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ 50 മീറ്റർ ഒന്നും പാലിക്കാൻ പറ്റില്ല. വെക്കേഷൻ സമയമായിട്ടും അവസാനം കോടതിയിൽ അടിയന്തിരമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം കേസുകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള NGOകൾ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നു. ഇതിന് പല തരത്തിലുള്ള ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ 200 ക്ഷേത്രങ്ങളാണ് ഫോറസ്റ്റിന്റെ ജനറൽ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള നാഗരാജൻ എന്ന് പറയുന്ന ആള് ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നെന്നും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ഈ കാലങ്ങളിൽ ഒക്കെ ആയിട്ട് എന്താണ് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ അവിടെ ചെയ്തു കൂട്ടിയത്? ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ മഞ്ജുഷേ, ഈ 2 ദേവസ്വങ്ങൾക്കും, തിരുവമ്പാടിക്കാവട്ടെ പാറമേക്കാവിനാവട്ടെ,
ഇവരാണ് ഘടകപൂരങ്ങളെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സ്പോൺസർ ചെയ്യുന്നത്. ഈ ഘടകപൂരങ്ങളെ സ്പോൺസർ ചെയ്യാനുള്ള വരുമാനം ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എക്സിബിഷൻ നടത്തിയിട്ടാണ് ലഭിക്കുന്നത്. എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക 40 ലക്ഷം ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 2 കോടിയിലേക്ക് മാറ്റുമ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് വരുമാനം ലഭിക്കുക? ഇവരെങ്ങനെയാണ് ഈ ഘടകപൂരങ്ങളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുക? അത് മാത്രമല്ല, ഞാൻ നേരത്തെ വായിച്ച പത്രസമ്മേളനത്തിന്റെ ഈ തറവാട് കൂട്ടിയതിന്റെ കാര്യം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നടത്തിപ്പുകാരിലേക്കാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അവര് ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യം കൂടിയുണ്ട്. എന്താണ്? ഈ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് സ്റ്റോൾ അവിടെ ഇടണം. അതിന് ആൾക്കാർ വന്ന് സ്റ്റോൾ വാടകയ്ക്ക് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഈ പോലീസിനെ നിർത്തിയിട്ട് ഈ സ്റ്റോളിലേക്ക് ആളുകൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി ഒരു തവണയായിട്ടല്ല നടക്കുന്നത്, പല തവണയായിട്ട് ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അതായത് ആൾക്കാർ അവിടെ പോകുന്നില്ല, സാധനം വാങ്ങിക്കുന്നില്ല, സ്റ്റോളുകളെല്ലാം നഷ്ടത്തിലാവും. അടുത്ത തവണ മുതൽ പൂരം സമയത്ത് ഇവർ എക്സിബിഷൻ ഗ്രൗണ്ടിനകത്ത് സ്റ്റോൾ വെക്കാൻ സമയത്ത് വന്നെടുക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരുണ്ടാവില്ല. അങ്ങനെ തൃശ്ശൂർ പൂരത്തിനെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം കാലങ്ങളായിട്ട് ഇടതുപക്ഷം, അതായത് ഈ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയ നിമിഷം മുതൽ പടിയായിട്ട് നടത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തൃശ്ശൂർ പൂരത്തിൽ മാത്രമല്ലെന്നേ, ആറ്റുകാൽ പൊങ്കാല സമയത്ത് കുത്തിയോട്ടം എന്തോ വലിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന കുറെ ഇടതുപക്ഷ ആക്ടിവിസ്റ്റുകളും കുറെ ആൾക്കാരും കൂടി ഒരു സമയത്ത് ഇറങ്ങിയിരുന്നു. ശബരിമലയിൽ ഒരു തിരിച്ചടി കിട്ടിയത് കൊണ്ട് മാത്രം പിന്നീട് അത് അങ്ങോട്ട് മുമ്പോട്ട് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ എന്താണ്, ഒരു മുഖം മൂടിയൊക്കെ അണിഞ്ഞ് മൂടുപടമൊക്കെ അണിഞ്ഞ് കുറെ NGOകളുടെ പേരുകളും പറഞ്ഞുകൊണ്ട് കോടതികളിലേക്ക് പോയി ഇത്തരത്തിലുള്ള വിധികളും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഉത്സവങ്ങളെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അനിൽകുമാർ പറയുന്നത് കേട്ടല്ലോ, അല്ല ADGPയുടെ റിപ്പോർട്ട് സമഗ്രതയില്ലാത്തതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ്. അനിൽ പറയുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല സർക്കാർ, അത് ശരിയുമാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടരന്വേഷണമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് അനിൽ പറയുന്നത്. അനിലിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറയുമ്പോൾ അത് ഫാക്ട് ഫൈൻഡിംഗ് ആയിട്ടുള്ള അന്വേഷണമല്ല, അത് കേസെടുത്തുള്ള അന്വേഷണമായിരിക്കും എന്നാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. എങ്ങോട്ടാണെന്ന് താങ്കൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു, സംഘപരിവാറിലേക്കും അവര് കേസ് എടുക്കട്ടെ മഞ്ജുഷേ, അവര് കേസ് എടുത്തിട്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നോക്കൂ, ഈ കേസ് എടുക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരള പോലീസ് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് അത് വെച്ചിട്ട് കേസ് എടുക്കാം, പൂരം അട്ടിമറിക്കാം. അട്ടിമറിച്ചതിന് ശേഷം എന്താണ്, അവരുടെ പോലീസിനെ ഉപയോഗിച്ച് മറ്റാരോ പൂരം അട്ടിമറിച്ചു എന്നൊക്കെ ഉള്ള ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കാം. ഇങ്ങനെ പലതും ഉന്നയിക്കാം. എൻഡ് ഓഫ് ദ ഡേ ഈ സാധനം സ്റ്റാൻഡ് ചെയ്യണ്ടേ? ഇത് കോടതികളിൽ ഉൾപ്പെടെ എത്തുമ്പോൾ ഈ സാധനം സ്റ്റാൻഡ് ചെയ്യണ്ടേ? അവരന്വേഷിക്കട്ടെന്നേ, അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റുന്നത് കണ്ടെത്തട്ടെ. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെന്നേ. ശരി, ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണമാണ്. പക്ഷെ ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണ് ഇതിൽ കിട്ടാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ ത്രിതല അന്വേഷണം അത് താല്പര്യമില്ല? അത് വെറുതെ ഇപ്പോൾ വേണമെങ്കിൽ ADGPയെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താം, അതിന് ഒരു നിയമ തടസ്സവുമില്ല. പക്ഷേ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി അടുത്ത ഒരു അന്വേഷണം വരുന്നു, അത്രയേ ഉള്ളൂ എന്ന് കാണുന്നത്. നോക്കൂ മഞ്ജുഷേ, ഈ അന്വേഷണം തന്നെ തുടരന്വേഷണം എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? അതിങ്ങനെ തുടർക്കഥ പോലെ നീണ്ടു പോകും, അതിന് അന്ത്യം ഉണ്ടാവില്ല. ഇത് വെറുതെ CPIക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണമാണ്, ത്രിതല അന്വേഷണം. സത്യം തൃശ്ശൂർക്കാർ ആ അന്വേഷണം നാളെ പത്രത്തിൽ വായിച്ചിരിക്കും. ഇതൊരു SP അന്വേഷിച്ച് തീരുമാനിക്കേണ്ട വസ്തുതയേ ഉള്ളൂ. അതായത് തൃശ്ശൂരിന്റെ പൂരം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൽ വന്ന പാളിച്ചയാണ് അടിസ്ഥാനപരമായ കാര്യം. അത് രാഷ്ട്രീയ കക്ഷികളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഗൂഢാലോചനയ്ക്ക് ഉന്നയിച്ചു. അപ്പൊ ഗൂഢാലോചന ഉന്നയിച്ച കൂട്ടത്തില് CPI ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത് ഗൂഢാലോചന പുറത്തു വരണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതങ്ങനെ നടത്തുന്നെങ്കിൽ അവർക്ക് നടത്താം. പക്ഷെ ഇത് തൃശ്ശൂർ പൂരത്തെ വെറുതെ ഈ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടേതായ നിഗമനത്തിലെത്തുന്നുണ്ട്. പക്ഷെ വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിൽ പോലീസ് പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് UDF ഭരിക്കുമ്പോഴുണ്ട്, LDF ഭരിക്കുമ്പോഴുണ്ട്. ഇന്നിപ്പോ മുഖ്യമന്ത്രി പൂരത്തെ കുറിച്ച് ഒരുപാട് നീട്ടി കഥകളും പഴങ്കഥകളും ഒക്കെ പറയുന്നത് കേട്ടു. ഒരു മന്ത്രിസഭ എന്തായാലും അതൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം 2 മണിക്കൂർ ഉണ്ടായി എന്ന് വരുത്താൻ വേണ്ടി നീട്ടി കൊണ്ടുപോയതാകാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ അന്വേഷണം എത്താൻ പോകുന്നില്ല. അവര് നിങ്ങൾ മറന്നുപോയ ഒരു കാര്യം ഞാൻ പറയാം. അഴീക്കോടൻ ദിനാനന്ദത്തിലെ തൃശ്ശൂരിലെ പൂരപ്പറമ്പ്, അതായത് തൃശ്ശൂർ പൂരം നടക്കുന്ന തേക്കിൻകാട് മൈതാനം, ആ പൂരപ്പറമ്പിൽ മുഖ്യമന്ത്രിയാണ് പ്രസംഗിച്ചത്. പൂര അലങ്കോലപ്പെടുത്താൻ ശ്രമം നടന്നത്. അതിന്റെ പിറ്റേ എങ്ങാണ്ടാണ് റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്ന കാര്യം, അതെ റിപ്പോർട്ടാരും കണ്ടിട്ടില്ല, പുറത്തു വന്ന കാര്യം തിരുവമ്പാടി ദേവസ്വത്തിന്റെ തലയിലേക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. കാരണം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി എന്ന് പറയുന്നത് ഗിരീഷ് കുമാർ, അദ്ദേഹം കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, UDFന്റെ നിയോജക മണ്ഡലം ചെയർമാനും ഒക്കെയാണ്.
ആയിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു, UDF നിയോജകമണ്ഡല ചെയർമാനാണ്. അപ്പൊ അത് തിരുവമ്പാടിക്കാരാണ് ഈ പൂരം നിർത്തുന്നത് പ്രഖ്യാപിച്ചത്. ഈ പൂരം നിർത്തുക എന്നൊക്കെ പറഞ്ഞ എന്താ അറിയാമോ, വൈകാരികമാണ്, ആ സമയത്ത് എടുക്കുന്ന തീരുമാനമാണ്. അതല്ലാതെ അത് ആലോചിച്ചിട്ടൊന്നുമല്ല. കാരണം പോലീസ് പൂരം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ ആ നിമിഷം പൂരം നിർത്തുന്ന പ്രഖ്യാപിക്കാറുണ്ട്, നിർത്താറില്ല, അത് പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തവണ പക്ഷേ തടസ്സപ്പെട്ടു. ആ നിർത്തിയ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വേറെ വിഷയങ്ങളാണ്. കാരണം വൈകാരികമായ തീരുമാനങ്ങൾ നമ്മൾ പിന്നീട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല. അപ്പൊ ഇന്നലെ CPIയുടെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കൂടി ഞാൻ ഒന്ന് വിശദീകരിച്ച് പറയാം. അതായത് അദ്ദേഹം പറഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം വിട്ടുപോയി. ഞാൻ കേൾക്കാത്തതാണോ അതോ പറയാത്തതാണോ എനിക്കറിയാൻ വയ്യ. 2020 പൂരം അലങ്കോലപ്പെട്ടതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് നായനാർ ഭരിക്കുമ്പോൾ P. ശശി അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി, നായനാർ ഭരിക്കുമ്പോൾ ഇതുപോലെ തന്നെ പോലീസിന്റെ വിവരക്കേട് കൊണ്ട് ലാത്തി ചാർജ് ഉണ്ടായി, ഭീകരമായ ലാത്തി ചാർജ്. പൂരം സെക്രട്ടറിക്കും പ്രസിഡന്റും ഒക്കെ പരിക്കേറ്റു. അന്ന് പക്ഷേ ഇലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് വലിയ വിഷയമായില്ല, പത്രങ്ങൾ മാത്രം എടുത്ത് അവസാനിപ്പിച്ചു. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന വാരിരാജനാണ്. വാരിരാജന റിപ്പോർട്ട് കൊടുത്ത DYSP സസ്പെൻഡ് ചെയ്ത് പ്രശ്നം തീർന്നു. അതുപോലെയൊന്നും ഇവിടെ. പക്ഷെ ഇതിപ്പോ റിപ്പോർട്ട് എങ്ങനെയാ വരിക എന്ന് വെച്ചാല് ഇത് SP-ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മീഷണർക്ക് എന്തോ വീഴ്ച പറ്റി, അത് നിരീക്ഷിക്കുന്നതിൽ ADGP-ക്ക് വീഴ്ച പറ്റി എന്നൊക്കെ പറഞ്ഞു റിപ്പോർട്ട് ഉണ്ട്. അങ്ങനെയല്ലോ അനിൽകുമാർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഇതിൽ ADGP-ക്കെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് എന്താണ്? MR അജിത് കുമാറിനെതിരെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി, അങ്ങനെ പൂരം അലങ്കോലമാക്കുന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചന അവിടെ വന്നു, അങ്ങനെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കുവാനുള്ള ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണല്ലോ അനിൽ പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഈ റിപ്പോർട്ടിൽ സംഘപരിവാറിനെതിരെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ ആൾ തന്നെ, ഇതേ ADGP തന്നെ എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുക എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, സംഘപരിവാറിനെതിരായിട്ടുള്ള റിപ്പോർട്ടാണെന്നുള്ള ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പുറത്തു വന്നത് വേറെ രീതിയിലാണ്. അതുകൊണ്ട് തിരുവമ്പാടി ദേവസ്വം യോഗം ചേർത്ത് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അവരുടെ ഈ പൊതുയോഗം ഉണ്ടായത് അവരതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. കാരണം അവരുടെ തലക്കെട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കാന്നുള്ള രീതിയിൽ. അതിന് മുഖ്യമന്ത്രിക്ക് ഒരു ക്ലൂ കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ പാറമേക്കാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറി പറഞ്ഞു പൂരം നിർത്തിയത് ഞങ്ങളല്ല, ഞങ്ങൾ പൂരം നടത്തി എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞു. അതൊന്ന് പിടിച്ചിട്ടാണ് അത് തീർക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് പുലിവാലാകുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തുടരന്വേഷണം. അത് 3 ഘട്ട അന്വേഷണം. 3 ഘട്ട അന്വേഷണം കഴിയുമ്പോഴേക്കും 3 കൊല്ലം കഴിഞ്ഞ് മന്ത്രിസഭയിൽ പോകേണ്ടി വരും. അത്രേ ഉള്ളൂ വിഷയം. പക്ഷെ ഇതിലിപ്പോ രസം എന്താ വെച്ചാല് CPI-ക്കാര് ഏത് ശീതളപാനീയം കൊടുത്തിട്ടാണ് ഈ CPM മയക്കി കെടുത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്നലെ എന്തായാലും പാർട്ടി സെക്രട്ടറിയും അതുപോലെ നേതാക്കളും ഒക്കെ AKG സെന്ററിൽ ചർച്ചയ്ക്ക് പോയിരുന്നു. ഇന്ന് തിരിച്ചു വന്നിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു 3 തുടരന്വേഷണം ഉണ്ടെന്നുള്ളത്. അപ്പൊ CPI-ക്ക് ഇതുകൊണ്ട് മതിയായോ? ഈ വിഷയം മതിയായില്ല എന്നാണ് ഇന്നത്തെ CPI എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം അറിയിച്ചത്. ADGP-യെ മാറ്റും എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണെന്നാണ്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടല്ലോ, നേരത്തെ 30 ദിവസം മുൻപ് പ്രഖ്യാപിച്ച അന്വേഷണം, അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം പ്രഖ്യാപിച്ച അന്വേഷണം, 30 ദിവസത്തെ സമയമായിരുന്നുവല്ലോ അന്വേഷണത്തിന്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് നടപടിയെടുക്കാം എന്നുള്ള കാര്യം CPI-യെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. അത് വിശ്വസിച്ച് ഇപ്പോൾ CPI ഇരിക്കുകയാണ്. ശ്രീ സലീം മടവൂർ, താങ്കളുടെ പാർട്ടിയും അങ്ങനെ ഒരു വിശ്വാസത്തിലാണല്ലോ. ADGP-ക്കെതിരെ നടപടി വേണം, ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന പാർട്ടിയാണ് RJD. ഇന്ന് വർഗീസ് ജോർജ് അത് പരസ്യമായി തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ അന്വേഷണം ഉണ്ടല്ലോ, തുടരന്വേഷണം പൂരത്തിൽ, അതിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? അത് ശരിയായ രീതിയിൽ തന്നെ പോകുമെന്നാണോ, അതോ DGP-യുടെ ഒരു നോട്ടുണ്ടായിരുന്നു, അതൊരു റിപ്പോർട്ട് തന്നെയാണ്, അത് പ്രകാരം ADGP-യെ മാറ്റി നിർത്താമായിരുന്നു എന്നാണോ? അല്ല, അത് മുഖ്യമന്ത്രി തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞത്. ADGP സ്ഥലത്ത് ഉണ്ടായിരുന്നു, വേണ്ടത്ര ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ല എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വീഴ്ചകൾ, എന്താണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കൊണ്ട് പൂരത്തിന് എന്തൊക്കെയാണ് ദോഷം ഉണ്ടായതെന്ന് DGP അന്വേഷിച്ചു എന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അതിന് വളരെ വ്യക്തതയുണ്ട്. അതേപോലെ തന്നെ ഓരോ വിഭാഗത്തിലും ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കാൻ, FIR അന്വേഷിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് SIT-യെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ മനോജ് എബ്രഹാം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരാജയത്തെ കുറിച്ച്, അവരുടെ വീഴ്ചകളെ കുറിച്ച് അന്വേഷിക്കുന്നു. അക്കാര്യത്തിൽ നല്ലൊരു നടപടിയാണെന്ന് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്, സ്വാഗതാർഹമാണ്. പക്ഷേ ഇവിടെ RSS നേതാക്കളുമായിട്ടുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും വേഗം, ഒന്നുകിൽ റിപ്പോർട്ട് വളരെ വേഗം വാങ്ങണം, അല്ലെങ്കിൽ അത്രയും വേഗം ADGP-യെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഏറ്റവും അനുയോജ്യം. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് കുറച്ചുകൂടെ
പരിശുദ്ധി വരുത്തുന്നതിന് അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ അദ്ദേഹം RSSൽ ഒരിക്കലും കാണാൻ പാടില്ല, അല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരിയെ ആജീവനാന്തം കാണാൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കണ്ടത് എന്തിന് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കണ്ടത് എന്തിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇന്ത്യയിലെ പോലീസ് ഉദ്യോഗസ്ഥര് കേന്ദ്ര ഗവൺമെന്റിലെ എത്രയോ RSSകാരെ കാണുന്നുണ്ട്. RSSകാരായ ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാർ, IPS ഉദ്യോഗസ്ഥന്മാർ കാണുന്നുണ്ട്. അപ്പൊ കാണരുത് എന്നൊന്നും ഞാൻ പറയുന്ന ആളല്ല. പക്ഷെ ഇവിടെ RSSകാരൻ എന്തിനാണ് രാത്രിയിൽ അദ്ദേഹം പോയത്, വാഹനം മാറിയിട്ട് ഒളിച്ചു പോയത് എന്നുള്ളത് ഒരു വ്യക്തത വരേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് ആവശ്യം. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം DGP അന്വേഷിച്ച് റിപ്പോർട്ട് വാങ്ങി ഇതിൽ നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് എത്രയും വേഗം വാങ്ങുകയും അങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം. അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെന്റിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. പക്ഷേ സീസറുടെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഗവൺമെന്റിനെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു സംശയവും, എതിരാളികൾക്ക് പോലും ഒരു സംശയം വെക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് പറയാനുള്ള കാരണം അതാണ്. ഏതായാലും ഇത് നീണ്ടുപോകാൻ പാടില്ല. ഈ അന്വേഷണം വേഗം വന്നിട്ടില്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടെ മതിപ്പ് കുറയുന്ന സാഹചര്യം ഉണ്ടാവും. അതുണ്ടാവരുത്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമത്തെ ഗവൺമെന്റ് കേരളത്തിൽ തുടർച്ചയായി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് ഉണ്ടാവണം. അതിനാവശ്യമായ ക്രിയാത്മകമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് താല്പര്യപ്പെടാനുള്ളത്. പക്ഷെ അതിൽ ഈ അനിൽകുമാർ പറഞ്ഞ ഒരു വാദമുണ്ടല്ലോ, സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്യുന്നയാളാണ് MR അജിത് കുമാർ. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കും ഒരു സംശയത്തിന്റെ രൂപത്തിൽ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ മാറ്റി നിർത്തണം MR അജിത് കുമാറിനെ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾ കൊടുത്ത റിപ്പോർട്ടിൽ സംഘപരിവാറിനെതിരെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നാണ് അനിൽകുമാർ വാദമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ സലീം മടവൂർ, ഇല്ല, അജിത് കുമാർ RSSുമായി സന്ധി ചെയ്തു എന്ന് ഒരിക്കലും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം RSSന്റെ നേതാവിനെ കണ്ടത് എന്തിനാണ്? ഒന്നുകിൽ അദ്ദേഹം സർക്കാരിന്റെ സമ്മതം വാങ്ങിക്കൊണ്ട് വിശദീകരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് പുറത്തു വിടണം. എന്തിന് കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. RSSന്റെ നേതാവിനെ കണ്ടതുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടണമെന്നുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കണ്ടു എന്നല്ലേ അദ്ദേഹം മറുപടി പറയുകയുള്ളൂ. ഇത് DGP അന്വേഷണം നടത്തി തീരുമാനിക്കാവുന്ന ഒരു വിഷയമാണോ? ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലേ? നിങ്ങളുടെ രാഷ്ട്രീയ നയത്തിനെതിരായിട്ട് നിങ്ങളുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, സർക്കാരിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയമായിട്ടൊരു നിലപാട് LDFന് എടുക്കാവുന്നതേ ഉള്ളൂ. അത് വേണമെന്ന് രാഷ്ട്രീയമായി തന്നെ നിലപാടെടുക്കണമെന്ന് നിങ്ങളും ആവശ്യപ്പെട്ടിരുന്നു, CPIയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് DGPയെ ആ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇതേ DGP തന്നെ MR അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന് പൂരത്തിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അടുത്ത റിപ്പോർട്ട് വരട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് K അനിൽകുമാർ, താങ്കൾക്ക് എങ്ങനെയാണ് വിവരം കിട്ടിയത് സംഘപരിവാറിനെതിരെയാണ് ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്ന്? ഇവിടെ N ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചുവല്ലോ, തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുകളിലിരിക്കുന്നയാളുടെ രാഷ്ട്രീയം. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിൽ തന്നെ പൂരം നടത്തിപ്പുകാർക്കും ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം സംഘപരിവാർക്കാരല്ലോ. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും കുറ്റം അതിൻ്റെ അകത്തുണ്ട് എന്ന റിപ്പോർട്ടിലില്ലല്ലോ. സംഘപരിവാറിന് അനുകൂലമായിട്ടല്ല റിപ്പോർട്ടൊന്നും അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടെന്നും മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഒരു മറുപടി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ആര് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നല്ല ധാരണയുണ്ടല്ലോ. റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുക എന്നുള്ളതേ പരിഹാരമുള്ളൂ. സർക്കാർ നിയമസഭാ സമ്മേളനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ആർക്കും ലഭ്യമാകുന്നൊരു സാധനമാണത്. പക്ഷെ സംഘപരിവാറിനെതിരായിട്ടാണ് റിപ്പോർട്ടെങ്കിൽ അത് നിങ്ങളാരും വിളിച്ചിട്ട് കൊണ്ടുവരത്തില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇവിടെ പ്രേരണകുമാരി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകയായിരുന്നു ബീഹാറിൽ. ആരാണ് പ്രേരണകുമാരി? ശബരിമലയിൽ വനിതാ പ്രവേശനത്തിന് കേസ് കൊടുത്ത സംഘത്തിന്റെ തലൈവിയായിരുന്നു പ്രേരണകുമാരി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും, ഈ കഴിഞ്ഞ അടുത്ത വർഷങ്ങളിലൊന്നും വത്സൻ തില്ലങ്കേരിയും സുരേന്ദ്രനൊന്നും ശബരിമല പോയില്ല കേട്ടോ. ശശികലയ്ക്കും പോകണ്ട, കലാപം ഉണ്ടാക്കാൻ പോയാൽ മതി. അവരാണോ അമ്പലങ്ങൾ നന്നാക്കാൻ നടക്കുന്നത്? നമ്മുടെ ആരാധനാലയങ്ങളിൽ എത്രയോ മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കുന്നു. ദേവസ്വം ബോർഡ് എത്രയോ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു.
കോവിഡ് കാലത്ത് കേരളത്തിലെ ദേവസ്വം ബോർഡിന് 100 കോടി രൂപ കൊടുത്ത് മുഖ്യമന്ത്രിയുടെ പേരല്ലേ പിണറായി വിജയൻ? ശബരിമലയ്ക്ക് എത്രയോ കോടി രൂപയാണ് കേരളം സർക്കാർ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളൊക്കെ അമ്പലങ്ങൾ തകർക്കാനും ഇവർ കുറേ പേർ അമ്പലങ്ങൾ നടത്താനും നടക്കുകയാണ്. അതൊക്കെ കൈവച്ചാൽ മതി കേട്ടോ. പിന്നെ BJP-ക്കാരുടെ ഈ കുറ്റവാളികളാണ് BJP-ക്കാരെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ കോൺഗ്രസ്സുകാർ കയറി ആ BJP-ക്കാരൊന്നും എൻ്റെ അകത്തില്ല കേട്ടോ, ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ എൻ്റെ അകത്തുണ്ട്. അതിന് ന്യായീകരണമായിട്ടാണ് കോൺഗ്രസ്സുകാർ ചാടി വീഴുന്നത്. ഞങ്ങൾ കോൺഗ്രസ്സുകാരോട് പറയുന്നത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും പൂരവുമായി ബന്ധപ്പെട്ട് അനുചിതമായ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തേണ്ടവരിൽ ക്രിമിനൽ കേസ് എടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതാണ് BJP പറയേണ്ടത്. ഏതൊരു അന്വേഷണവും നടക്കട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന്. അല്ല, ഏതൊരു അന്വേഷണവും നടക്കട്ടെ എന്ന് ഇവിടെ യുവരാജ് പറഞ്ഞിരുന്നു. ഏതൊരു അന്വേഷണമില്ല. അതൊക്കെ സംസ്കൃതത്തിലാണ്, പച്ച മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം സ്വാഗതാർഹമാണ്, അത് കുറ്റവാളികളിലേക്ക് എത്തും എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? അതാണ് ഞങ്ങളുടെ പോയിന്റ്. ആളുകളും എടുക്കുന്ന സമീപനം എന്താണ്? ഞാൻ പറയട്ടെ, എന്റെ ഭാഗം പറയട്ടെ. പറഞ്ഞു. മൂന്നാള് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ. മൂന്നാള് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ. അടുത്തത് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ആന എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും തമ്മിൽ 50 മീറ്റർ ഉയരം ആരാ തീരുമാനിച്ചത്? ഹൈക്കോടതി എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും പാട്ടത്തിനെടുത്ത സംവിധാനമാണോ? ഈ രാജ്യത്തെ കോടതി പറഞ്ഞാൽ കേൾക്കണം. ഇവിടെ BJP-യുടെ പ്രകൃതി പറഞ്ഞു ഈ പിണറായി സർക്കാർ വന്നേ പിന്നെ കുഴപ്പമാണ്. എന്താ പ്രധാനപ്പെട്ട പ്രശ്നം? മുഖ്യമന്ത്രി ഇന്ന് ശരിയായി ചൂണ്ടിക്കാണിച്ചു. കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ 100ഓളം പേരാണ് മരിച്ചത്. അവിടുത്തെ കമ്മിറ്റിക്കാരടക്കം പ്രതിയായിട്ട് കൂട്ടുകയറി നിൽക്കുകയാണ്. എത്ര പേരാണ് പ്രതികളായി നിൽക്കുന്നത്? ഉത്സവം നടത്തിയവരെല്ലാം പ്രതികളാണ് കൊലക്കേസിൽ. അതാണ് നിയമവാഴ്ച. അത്തരമൊരു പശ്ചാത്തലത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുനിന്ന് നിലവിലുള്ള നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയമങ്ങളാണ്, പിണറായിയുടെ നിയമമല്ല കേട്ടോ. ആ വേലയായിട്ടൊന്നും വരണ്ട. പിണറായിയുടെ നിയമമല്ല, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾക്ക് കർശന നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തെ ലംഘിക്കാൻ പൂരക്കമ്മിറ്റി എന്ന് പറഞ്ഞ് ഒരു അരാജക വാസനകളിലേക്ക് വന്നു എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ട് ഈ 6 മാസം കൊണ്ട് എന്ത് നടപടി ഉണ്ടായി? ഈ 6 മാസം കൊണ്ട് എന്ത് നടപടി ഉണ്ടായി? അതുകൊണ്ട് കോൺഗ്രസിനാണ് അതിനകത്ത് ആരോപണം ഉന്നയിക്കാൻ കൂടുതൽ കരുത്തുള്ളത്. അവർ പറയുന്നു നിങ്ങൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണ്. അവിടെയാണ് RSS നേതാക്കളുമായിട്ട് MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയെ അവർ ഉയർത്തിക്കാട്ടുന്നതും. ഈ 6 മാസം കൊണ്ട് എന്തുണ്ടായി? എന്ത് നടപടി ഉണ്ടായി? ആരാണ് പൂരം കലക്കിയത് അറിയാമോ നിങ്ങൾക്ക്? കണ്ടെത്തിയിട്ടില്ലല്ലോ. അന്വേഷണം ഇങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ല, അങ്ങയുടെ മനസമാധാനത്തിന് ആ ചോദ്യം ചോദിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഈ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് മനസ്സാനപ്പെട്ടു. കോൺഗ്രസിനാണ് ഇപ്പോൾ ഇതിനകത്ത് ഹെഡ്ജ് കിട്ടിയത്. 86,000 വോട്ട് പോക്കറ്റിൽ നിന്ന് പോയിട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച കോൺഗ്രസിനാണ് നേട്ടം. ഇതല്ലേ നിങ്ങളുടെ വാദം? സർക്കാർ അങ്ങനല്ല ഇതിനെ കാണുന്നത്. കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകാൻ, ക്രിമിനൽ നടപടികളിലേക്ക് പോകാനാണ് സർക്കാർ തീരുമാനിച്ചതെന്നാണ് ഒന്നാമത്തെ തീരുമാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ADGP ഏതാ അന്വേഷിക്കുന്നത്? പൂരം കലക്കിയതിൽ കുറ്റവാളികളുടെ പങ്കൊരു ഭാഗം. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടോ? ഇപ്പം ഒരാളെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ, പോരാ. അതിനപ്പുറം അതിലേക്ക് പോകണോ? അങ്കിദാസിൻ്റെ കാര്യത്തിൽ മനോജ് എബ്രഹാം അന്വേഷിക്കും. നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ടുണ്ടോ? ശരിയായ അന്വേഷണം പറയട്ടെ. മൂന്നാമത്തത്, ഈ അന്വേഷണം നടത്തിയ ADGP അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പോരായ്മയുണ്ട്, വീഴ്ചയുണ്ട് എന്ന് DGP പറഞ്ഞു. DGP അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയാണ് അദ്ദേഹം റിപ്പോർട്ടിൻ്റെ കൂടെ ഈ വാചകം കൂടെ റിപ്പോർട്ടായിട്ട് എഴുതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ കൂടി റിപ്പോർട്ടാക്കി തരൂ. വേറെ അധികം ബുദ്ധിമുട്ട് കാര്യമില്ല. DGP അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ ചേർത്ത് റിപ്പോർട്ടാക്കി തരൂ. അതിനാർക്കാ ബുദ്ധിമുട്ട്? അത് കുറെ കൂടെ അജിത് കുമാറിനെതിരായ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്. അജിത് കുമാറിനെ സഹായിക്കാനല്ലല്ലോ. ഇവിടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ DGPയും ADGPയും തമ്മിൽ തർക്കമുണ്ടല്ലോ. ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് ആരാണോ മുകളിലുള്ളത് ഇദ്ദേഹമായിട്ട് വലിയ കുഴപ്പമില്ല, കാലുഷ്യമായി നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം അന്വേഷിച്ച് തരുന്ന റിപ്പോർട്ട് സർക്കാർ സ്വീകരിച്ചോളാന്നേ. അതിനർത്ഥം എന്താണ്? ആരും ആരെയും രക്ഷിക്കാനല്ല, കുറ്റവാളിയെ പിടിക്കാൻ തന്നെയാണ് സർക്കാർ. ഇനി ബഹുമാനപ്പെട്ട സലിം മടൂർ പറയുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അന്വേഷണം വേണം. അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്.
പക്ഷെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പറയുമ്പോൾ പ്രാഥമികമായ ഒരു ബോധ്യം നമുക്ക് വേണം. എന്താ പ്രാഥമികമായ ഒരു ബോധ്യം? പ്രാഥമികമായ ബോധ്യം കേരളത്തിലെ സർക്കാരിനെതിരായി കളവ് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ. ജനങ്ങൾ അങ്ങനെ വല്ലാണ്ട് വ്യാമോഹത്തിലോ വല്ലാണ്ട് കള്ളപ്രചരണത്തിലോ വീഴില്ല. ഒറ്റ ഉദാഹരണം മാത്രമേ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സ്വർണം ഖുറാന്റെ മറവിൽ കടത്തിയെന്ന് ആരോപണം കേട്ടൊരു ഗവൺമെന്റ് തിരിച്ചു വന്നോ കേരളത്തിൽ? ഈന്തപ്പഴത്തിന്റെ മറവിൽ കടത്തിയെന്ന് കേട്ടൊരു ഗവൺമെന്റ് തിരിച്ചു വന്നോ? എങ്ങനെ തിരിച്ചു വന്നു? ഞങ്ങൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്ന കാര്യം എന്താണ്? CPIM അഭിമാനത്തോടെ പറയുന്നത് 2020 മുതൽ 4 കൊല്ലക്കാലമായി ഈ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രം മുഖ്യമന്ത്രിയും ഓഫീസുമാണ് എന്ന് പറഞ്ഞു വന്നിരുന്ന കേരളത്തിലെ UDFന്റെയും BJPയുടെയും നറേറ്റീവ്സ് ഞങ്ങൾ പൊളിച്ചടുക്കി. എങ്ങനെ പൊളിച്ചടുക്കി? ഇന്ന് കേരളത്തിൽ കള്ളക്കടത്ത് പിടിക്കുന്നയാളാണ് കേരള മുഖ്യമന്ത്രി. അത് ഇന്ത്യയിൽ ഒരിടത്തും നടക്കാത്ത അളവിൽ കസ്റ്റംസുകാർ പുറത്തേക്ക് കൊടുക്കുന്ന കള്ളസ്വർണം ഏത് വിമാനത്താവളത്തിലും പിടിക്കും. അതിൽ മലപ്പുറവുമുണ്ട്. ഇതല്ലേ കേരളത്തിൽ ഇന്നത്തെ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നത്? ശരി, ഞാൻ ആദ്യം താങ്കൾ പറഞ്ഞു എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ചോദിച്ച ചോദ്യമാണെന്ന്. പക്ഷെ ഒരു സംശയം, ശരി, എന്റെ മനസ്സമാധാനത്തിനാണ് ചോദ്യമെന്ന് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ ശ്രീ കെ അനിൽകുമാർ, ഇവിടെ ഒരു DGP ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് സർക്കാരിന് നൽകുക. അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നു DGP ഒരു അന്വേഷണവും നടത്താതെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത്, അതുകൊണ്ട് പരിശോധന നടത്തി ഒരു അന്വേഷണ റിപ്പോർട്ട് തായെന്ന്. CPIയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ADGPക്കെതിരെ ഒരു അന്വേഷണം എന്നതിൽ കവിഞ്ഞ് ഇതിൽ DGPയെ പൂർണ്ണമായിട്ടും അവിശ്വസിച്ചുകൊണ്ടും ADGPയെ ചേർത്ത് പിടിച്ചുമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ ഇത് പറഞ്ഞതെന്നും മനസ്സിലാക്കുവാൻ ഒരാൾക്കും ഒരു സംശയത്തിനും ഇടയില്ല. അതിപ്പോൾ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കാണെങ്കിലും പ്രതികൂലിക്കുന്നവർക്കാണെങ്കിലും പാർട്ടിക്കാർക്കും എല്ലാം മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് പറയാം. ബഹുമാനപ്പെട്ട ADGP നടത്തിയ അന്വേഷണം, ആ റിപ്പോർട്ട് DGPക്ക് കൊടുക്കുന്നു. DGPക്ക് കൊടുക്കുമ്പോൾ DGPക്കും ഇതിൽ വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കുറിപ്പോടുകൂടി മുഖ്യമന്ത്രിക്ക് നൽകുന്നു. ആ കുറിപ്പ് എന്തടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കും? ആ കുറിപ്പ് സ്വീകരിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നോട്ടീസ് കൊടുക്കണം. അത് DGP കൊടുത്തില്ല. നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുള്ളതായി എനിക്ക് തോന്നുന്നു, അതിന് സമാധാനം തരണം എന്ന് ADGPക്ക് DGP ഒരു നോട്ടീസ് കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ തത്വങ്ങൾ പറയുന്നത്. അപ്രകാരം റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്ന തത്വം അനുസരിച്ച് നോട്ടീസ് കൊടുക്കാതെ നേരെ മുഖ്യമന്ത്രിക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞില്ല. DGPയോട് പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു, ശരി, വെരി ഗുഡ്. നിങ്ങൾ ആ ADGPയോട് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് മറുപടി വാങ്ങിച്ചിട്ട് ശരിയായ രീതിയിൽ എഴുതി തന്നാൽ കുറ്റവാളിയാണെങ്കിൽ പിടിക്കാവുന്ന. ഇവിടുത്തെ സംസ്ഥാനത്തെ DGP നിയമപരമായി അല്ല പ്രവർത്തിക്കുന്നത് വാക്കുകളിൽ ഉണ്ടല്ലോ. സംസ്ഥാനത്തെ DGP തന്റെ കീഴിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കെതിരെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസിലെ ചക്കളത്തിപ്പോരു കൂടിയാണ് അവിടെ വ്യക്തമാകുന്നത് ശ്രീ കെ അനിൽകുമാർ. അപ്പോൾ വെളിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇവിടെ DGP നടക്കുന്നു. നേരത്തെ താങ്കൾ പറയുകയുണ്ടായല്ലോ ഇവർ തമ്മിൽ ശത്രുക്കളാണെങ്കിൽ, ഇല്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. അല്ല, ഞാനൊന്ന് പറയട്ടെ. അവിടെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾ ഒരാൾ ഒരു റിപ്പോർട്ട് DGPക്ക് കൊടുക്കുന്നു. DGP ആ റിപ്പോർട്ട് ഗവൺമെന്റിന് അയക്കുമ്പോൾ ആ കൂടെ ഒരു കടലാസ് കൂടെ ഈ അന്വേഷിച്ച ആളുടെ പേരിലും വീഴ്ചയുണ്ട്, ഇതാണ് ഗവൺമെന്റിനോട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് നോക്കുമ്പോൾ എന്ത് വേണം? ഗവൺമെന്റിന് മുന്നോട്ട് പോകണം. എന്ത് വേണം? അതിൽ ഒരു അന്വേഷണം നടത്താതെ എങ്ങനെ ഗവൺമെന്റ് മുന്നോട്ട് പോകും? ആ അന്വേഷണം നിങ്ങൾ നടത്തിയിട്ട് തരൂ. സംസ്ഥാന DGPയുടെ അന്വേഷിച്ചാണോ അന്വേഷിക്കാതെയാണോ റിപ്പോർട്ട് നൽകിയത് എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഒന്നും അന്വേഷിക്കാതെയാണോ സംസ്ഥാനത്തെ DGP മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുക്കുന്നത്? ശ്രീ കെ അനിൽകുമാർ, എന്ത് കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ട റിപ്പോർട്ട് പോലെ ആയിപ്പോയല്ലോ ഇത്. അല്ലല്ല, അവിടെ രണ്ടാണ്. പൊട്ട റിപ്പോർട്ട് നിങ്ങൾ സങ്കടത്തോടെ വിളിക്കുന്നത് സംഘപരിവാറിനെ കുറ്റവാളികളാക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ചാണ് പൊട്ട റിപ്പോർട്ട് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അതിൽ നമ്പർ ഇട്ട് പറയണം വെളിയിലേക്ക് ആരൊക്കെയാണ് അതിലെ കുറ്റവാളികൾ എന്ന്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സംഘപരിവാർ നേതാക്കളാണ് അതിലെ കുറ്റവാളികൾ എന്ന് അക്കമിട്ട് പറയണം. നിങ്ങൾക്ക് കിട്ടുമല്ലോ.
കിട്ടിയിട്ട് പറയാം. അതൊക്കെ ഗവൺമെന്റ് ചെയ്യുമല്ലോ. മന്ത്രിസഭ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് റെക്കോർഡല്ലേ, അതൊക്കെ കിട്ടുമല്ലോ. അത് കിട്ടിയിട്ട് പറയാം. ഞാൻ പറയുന്ന പോയിന്റ് ഇതേ ഉള്ളൂ. ആ റിപ്പോർട്ടിന്റെ മേലെ ഒരു മേൽക്കുറിപ്പോടുകൂടി ഗവൺമെന്റ് അയക്കുന്നു. മേൽക്കുറിപ്പിനകത്ത് അന്വേഷണം നടത്തിയെങ്കിൽ ഞാൻ ഇന്നോട് ചോദിക്കണമെന്ന് പറയണം. അങ്ങനത്തെ അന്വേഷണം DGP നടത്തിയതായിട്ട് DGP പറയുന്നില്ല. DGPയുടെ ഒബ്സർവേഷനാണ് ADGPക്ക് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനാണ്. ശരി 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 നല്ല ഒബ്സർവേഷൻ ആണ്, നല്ല ഒബ്സർവേഷൻ. മുഖ്യമന്ത്രി തള്ളിക്കളയുകയും ചെയ്തു. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഏറ്റവും ആദ്യം അദ്ദേഹം ചോദിച്ചത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ. DGP അങ്ങനെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്, അതൊരു നോട്ടായിട്ട് കൊടുത്തതാണ്. അത് അന്വേഷണം നടത്താതെയായിരുന്നു, ADGPയെ കേൾക്കാതെയായിരുന്നു, അതുകൊണ്ട് പരിശോധിച്ച് റിപ്പോർട്ട് കൊണ്ടുപോവാ എന്ന് DGPയോട് പറഞ്ഞു എന്ന്. അല്ല, ഇതിനകത്ത് മഞ്ജുഷ അദ്ദേഹം പറഞ്ഞത്, താങ്കൾ എന്നോട് ചോദിച്ചത് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നോ ഇല്ലയോ, അതിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ADGPയെ DGPക്ക് വിശ്വാസമില്ല, DGPയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിലുള്ള MLA മാർക്കോ ഘടകകക്ഷികൾക്കോ വിശ്വാസമില്ല. അത് പോരാഞ്ഞിട്ട് എന്താണ്, വീഴ്ചയോട് വീഴ്ച, ADGPക്ക് വീഴ്ച, DGPക്ക് വീഴ്ച, PR ഏജൻസിക്ക് വീഴ്ച, പ്രസ് സെക്രട്ടറിക്ക് വീഴ്ച, മാധ്യമ ഉപദേഷ്ടാക്കൾക്ക് വീഴ്ച, അങ്ങനെ വീഴ്ചയോട് വീഴ്ച. അങ്ങനെ ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിന്ന് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയെ എന്തടിസ്ഥാനത്തിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ശ്രീ അനിൽകുമാർ, അങ്ങയോട് എനിക്ക് ശബരിമല വിഷയത്തിലൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങ് ബീഹാറിലേക്കും പ്രേരണകുമാരിയിലേക്കും ഒന്നും പോകണ്ട, അങ്ങ് നിലമ്പൂരിലേക്ക് പോയാൽ മതി. നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ശ്രീ PV അൻവർ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞതാണ്, ശബരിമലയിൽ അലങ്കോലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ സർക്കാരാണെന്നും അത് ചെയ്യരുതെന്ന് ഞാൻ രേഖാമൂലം ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് എന്നും. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് 2 പേര് തലയിൽ തുണിയിട്ട് അകത്ത് കയറ്റി അവിടെ ആചാര ലംഘനം മനഃപൂർവ്വം വരുത്തിച്ച ഒരു സർക്കാരാണ് നിങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ക്ഷേത്ര സ്നേഹമൊന്നും അധികം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. 1. 2, അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങയുടെ വലിയ കൺസേൺസ് ഒക്കെ പറഞ്ഞു, അംഗീകരിക്കുന്നു ഞാൻ. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെ എല്ലാത്തിനും അംഗീകരിക്കുന്നു. എക്സ്പ്ലോസീവ്സ് ആക്ട് 2008 അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന എക്സ്പ്ലോസീവ്സ് കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണ് എന്ന് അങ്ങ് ആഴത്തിലൊന്ന് പഠിച്ചതിന് ശേഷം ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞത് ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉത്സവം തുടങ്ങുന്നതിന് 9 ദിവസം മുമ്പ്, തൃശ്ശൂർ പൂരം തുടങ്ങുന്നതിന് 9 ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇൻഡാസുമായിട്ട് ചില NGOകൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പൂരം നടത്തിപ്പോലെ പ്രശ്നം ഉണ്ടാവുന്നേ. പൂരം നടക്കുന്നതിന്റെ അന്ന് രാവിലെ മുതൽ പോലീസ് അവിടെ ഇറങ്ങി മാർക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങിയതാണ്. ആൾക്കാർ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. ഇതെന്താ സംഘപരിവാർ അജണ്ടയാണോ? സംഘപരിവാർ പറഞ്ഞിട്ടാണോ പോലീസ് ഇത് ചെയ്തിരിക്കുന്നത്? ഇനി എക്സ്പ്ലോസീവ്സിന്റെ കാര്യം, പൂരത്തിന്റെ വിഷയത്തിൽ 2016 പുറ്റിങ്ങൽ അപകടത്തിന് മുൻപ് ഇതിനേക്കാളും 10 മടങ്ങ് തീവ്രതയിൽ അവിടെ വെടിക്കെട്ട് നടത്തിയിരുന്നപ്പോൾ പോലും 60 മീറ്റർ മാത്രമായിരുന്നു ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ ഇപ്പോ അതിന്റെ തീവ്രത അത്രയുമേൽ കുറച്ചിട്ട് പോലും 10 മടങ്ങ് കുറച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മടങ്ങ് കുറച്ചിട്ട് പോലും വീണ്ടും 100 മീറ്ററിലേക്ക് അത് പോവുകയും ജനങ്ങളെ തടയുമ്പോഴും ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നേ. ഈ പറയുന്ന ദേവസ്വങ്ങൾ റിസ്ക് അനാലിസിസ് അവിടെ സ്റ്റഡി ആയിട്ട് നടത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നമില്ല എന്നുള്ള കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ നിയമസഭയിലുള്ള ജനപ്രതിനിധികളും നിങ്ങളുടേതല്ലേ? നിങ്ങൾ അവരുമായിട്ട് എന്താണ് ചർച്ച നടത്തിയത്? ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് 2016 പുറ്റിങ്ങൽ അപകടം, നമ്മൾ 2024 നിൽക്കുന്നത്. നിങ്ങളുടെ ഏതൊക്കെ MLA-മാര് എന്തൊക്കെ ചർച്ച നടത്തി ഒന്ന് പറയാമോ? നിങ്ങൾക്ക് അവിടെ ഒരു മന്ത്രി ഇല്ല. ഇപ്പോ തൊട്ട് മുമ്പ് ഈ പറയുന്ന ഇതേ VS സുനിൽകുമാർ എന്നല്ലേ അവിടെ മന്ത്രിയായിട്ടിരുന്നത് തൃശ്ശൂരില്. അദ്ദേഹം എന്ത് ചെയ്തു? എന്താണ് ഇവർ ചർച്ച നടത്തിയത്? ഇത് പരിഹരിക്കാൻ വേണ്ടി, പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഞാൻ നേരത്തെ ചോദിച്ച പോലെ 200 ക്ഷേത്രങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഈ നാഗരാജൻ എന്ന് പറയുന്ന ആള് ഹൈക്കോടതിയിൽ പോയിട്ട് ക്ഷേത്രങ്ങൾക്ക് എതിരായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വിധി സമ്പാദിച്ചുകൊണ്ട് വരികയാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയധികം ക്ഷേത്രങ്ങൾ ഈ നവകേരള സദസ്സിൽ പരാതി തന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടായി? നിങ്ങൾ ക്ഷേത്രങ്ങളെ തകർക്കാനൊന്നും ശ്രമിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വാഗൊണ്ട് പറയാം. പക്ഷെ
ചോദിച്ചത് ഞാൻ ഫാക്ട് ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾ അതിന് മറുപടി തരൂ. താങ്കൾ ബീഹാറിലേക്കും പ്രേരണകുമാരിയിലേക്കും ഒക്കെ പോകാം, അതിനു മുമ്പ് നിലമ്പൂരിലൊക്കെ പോയിട്ട് വരൂ. ശരി, ശ്രീ അനിൽകുമാർ മറുപടി, അത് കഴിഞ്ഞ് ശ്രീകുമാറിലേക്ക് പോകേണ്ടതുണ്ട്. അല്ല, ഈ പ്രേരണകുമാരി അറിയത്തില്ല. അവർ BJP-കാരിയുടെ ആ പേര് പറയുമ്പോൾ ഇത്ര വിഷമിക്കുന്നത്. ഞാൻ അൻവറിന്റെ പേര് പറയുമ്പോൾ താങ്കൾക്ക് എന്തിനാ എത്ര വിഷമം? അൻവറിന്റെ പേര് പറയുമ്പോൾ താങ്കൾക്ക് എന്തിനാ എത്ര വിഷമം? അല്ല, നിങ്ങളുടെ MLA അല്ല പറഞ്ഞത്, നിങ്ങളുടെ സർക്കാർ തന്നെയാണ് അവിടെ തകർക്കാൻ ശ്രമിച്ചതെന്ന്. നിങ്ങളുടെ MLA എന്നല്ലേ പറഞ്ഞത്? പക്ഷെ അവരിപ്പോൾ ഓൺ ചെയ്യുന്നില്ല MLA. ഇപ്പൊ ഓൺ ചെയ്യുന്നില്ല. പക്ഷെ ആ MLA രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശബരിമലയിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികേടാണ് എന്ന് കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ അത് നിഷേധിക്കാൻ പറയൂ. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. മഞ്ജുഷെ, മറ്റൊരാൾക്ക് അവസരം കൊടുക്കുമ്പോൾ ഞാൻ ഇടപെടാറില്ല. തിരിച്ച മാന്യത ഉള്ളവരുമായിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്, എന്നെ വിളിക്കേണ്ടത്. അത്ര ഞാൻ പറഞ്ഞു വെക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രേരണകുമാരി എന്ന് പറയുന്ന സംഘത്തിൻ്റെ BJP മഹിളാ മോർച്ച സംഘത്തിൻ്റെ കേസില്ലായിരുന്നെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും ഉണ്ടാകുമായിരുന്നില്ല. ആ കേസ് ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി നാളെ മുതൽ ഇനി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാവുന്ന ജന്മഭൂമി അച്ചടിക്കുകയും ചെയ്തത് AK സെൻറ്ററിൽ നിന്ന് പറഞ്ഞിട്ടല്ല എന്ന് BJP-കാർ മനസ്സിലാക്കണം. ഇനി സ്ത്രീകൾക്ക് ശബരിമല ചവിട്ടാം എന്ന് ജന്മഭൂമി ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചു നോക്ക്. എന്നിട്ട് ഞങ്ങളുടെ നേരെ ചാടി വരൂ. BJP-യുടെ പ്രകൃതിയോട് പറയുന്നത് അങ്ങനെയാണ്. രണ്ടാമത്, അത് ഒരു സുവർണാവസരമാണ് എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പരിപാടി തുടങ്ങിയേക്കാം എന്ന് പറയുന്ന ഗോവ ഗവർണറുടെ ശബ്ദം കയ്യിലുണ്ടോ? അങ്ങനെ അമ്പലത്തിലെ പരിപാടികൾ സുവർണാവസരമാക്കുന്ന രാഷ്ട്രീയക്കാരാണ് നിങ്ങൾ എന്ന് ഈ നാട്ടിലെ ആളുകളെല്ലാം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കെട്ടുകഥ പറഞ്ഞാലും അമ്പലവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. ഇപ്പം ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ, മൃഗക്കൊഴുപ്പുമായി ബന്ധപ്പെട്ട് ദൈവത്തെ വെച്ചാ കളിക്കുന്നത്. നിങ്ങളുടെ ഒരു കേന്ദ്രമന്ത്രി അടി കിട്ടിയില്ലേ, ചെവിയുടെ കുറ്റിക്ക് അടി കിട്ടിയില്ലേ? ഈ നരേന്ദ്രമോദിയിലെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ചന്ദ്രബാബു നായിഡു പണി കിട്ടിയില്ലേ? മുഖ്യമന്ത്രി, നിങ്ങളുടെ ഘടകകക്ഷിയുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തീക്കൊണ്ടുകൊണ്ട് തലചൊറിയുന്നവരാണ് BJP-ക്കാർ. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വന്നതിൽ തുറന്നു കാട്ടപ്പെട്ടത് നിങ്ങളാണ്. ശരി, ശരി, ഇടപെടുകയാണ്. പക്ഷെ അങ്ങനെ തുറന്നു കാട്ടപ്പെട്ടിട്ടില്ല എന്നാണ്. വനിതാ മതിലെന്നും പറഞ്ഞൊരു സാധനം കൊണ്ട് ശബരിമലയ്ക്കെതിരായിട്ട് പ്രചാരണം നടത്തിയത് നിങ്ങളാണ്. നിങ്ങളുടെ ഇടതുപക്ഷ ഹാൻഡിലുകള് ശബരിമല ശാസ്താവിനെ കുറിച്ചിട്ട്, അയ്യപ്പനെ കുറിച്ചിട്ട് എഴുതി വിട്ടിട്ടുള്ള അശീലങ്ങളെല്ലാം ഇന്നും അവിടെ ഉണ്ട്. ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു കൊന്നത് CPM-കാരാണ്, DYFI-കാരാണ്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരുന്നതിന് മുമ്പ് മരിച്ചെന്ന് പറഞ്ഞത് ഇതേ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസിനെയും കൊണ്ട് രണ്ടുപേരെ തലയിൽ തുണി ഇടിച്ച് അവിടെ കൊണ്ട് കയറാൻ പോയത്? സംഘപരിവാറിനും അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും ശബരിമലയിലെ ആചാരം ലംഘിക്കാൻ വേണ്ടി ആരെ എസ്കോർട്ടുമായിട്ട് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോകാൻ തുനിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ്, ഭരണ സംവിധാനമാണ്. ശരി, ശരി, അനിൽ, ഞാൻ താങ്കളിലേക്ക് വരാം. എന്താണ് ഒരു പ്രേരണകുമാരി വിചാരിച്ചാൽ അങ്ങനെ നടന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് രാജിവെച്ച് വേറെ പണിക്ക് പോകാൻ പറയാം. കോടതിയിലെ വിഷയം അതും കൂടി പറഞ്ഞോട്ടെ. കോടതിയിൽ ആ വിഷയം വന്നത് പ്രേരണകുമാരി, ഏതോ പ്രേരണകുമാരിയുടെ പറയുമ്പോൾ ഒഴിക്കാതെ അനിൽകുമാരെ, നിങ്ങളുടെ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ പോയിട്ട് ഗവൺമെന്റിന്റെ നിലപാട് മാറ്റിയതിന്റെ പേരിലാണ് മാത്രം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടക്കാരനെ പിടിച്ച് അവിടെ ഇരുത്തുകയും ചെയ്ത കാര്യമൊന്നും മറന്നു പോകരുത് അനിൽകുമാറെ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയ കരയൊക്കെ ഒരു പ്രേരണകുമാരിയുടെ പിറകിൽ ചെന്ന് ഏതെങ്കിലും പ്രേരണകുമാരിയുടെ സാരിത്തുമ്പിൽ ഒളിച്ചെന്ന് മറയ്ക്കാമെന്ന് വിചാരിക്കരുത്. ശരി, ശരി, ശ്രീ N. ശ്രീകുമാർ, ഈ സംഘപരിവാറിനെ തുറന്നു കാട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി എന്നാണ് ചോദിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ആളുകളുമുണ്ട്, പൂരം നടത്തിപ്പിൽ നിങ്ങളുടെ ആളുകളുമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ആ റിപ്പോർട്ടിൽ നിങ്ങളുടെ ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണെന്നാണ് അനിൽ പറയുന്നത്. അതായത് സംഘപരിവാറുകാർ ഉണ്ട് എന്ന് CPM പറയുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. ശ്രീകുമാർ, നോക്കൂ മഞ്ജുഷ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് തൃശ്ശൂർ ഒരു വാക്ക് പറയട്ടെ, ഒരു വാക്ക് പറഞ്ഞിട്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.
ഇതിലിപ്പോ പ്രശ്നം എന്താ വെച്ചാല് തിരുവമ്പാടി ദേവസ്വത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. സെക്രട്ടറി കോൺഗ്രസ്സുകാരനായി പോയെന്നേ ഉള്ളൂ. പ്രസിഡന്റ് വേറെ രാഷ്ട്രീയമാണ്. പാറമേക്കാവിന്റെ രാഷ്ട്രീയം എല്ലാം അറിയുന്നത്. ഇത് അതൊന്നും ഇവിടെ നോക്കാറില്ലെന്നേ. തൃശൂർ പൂരത്തെ നടത്തിയപ്പോ കുറെ കാലമായിട്ട് നടക്കുന്നതിനിടയ്ക്ക് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുമ്പിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ആ ബോർഡിൽ ഒരു വലിയ പടമുണ്ട്, പിണറായി വിജയന്റെ പടമുണ്ട്. തൃശൂർ പൂരത്തിന് 16 ലക്ഷം രൂപ അനുവദിച്ച പിണറായി വിജയൻ അഭിവാദ്യം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. ശ്രീ യുവരാജ് പറയുന്ന പോലെ ക്ഷേത്രങ്ങളെ തകർക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറയില്ല. ഇവര് ക്ഷേത്രങ്ങൾക്ക് കടന്നു കയറാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കടന്നു കയറി വടക്കുന്നാഥ ക്ഷേത്ര സമിതി ക്ഷേമ സമിതിയിൽ ഇവരുടെ ആളുകളുണ്ട്, CPM-കാരുണ്ട്. അപ്പൊ ക്ഷേത്രങ്ങളിലേക്ക് കടക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ തൃശൂർ പൂരം വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം, ഈ സംഘപരിവാർ എന്ന് പറയാൻ കാരണം ഒരു ഒറ്റ കാര്യത്തിലൂടെ പ്രശ്നമുള്ളൂ. അന്ന് രാത്രി സുരേഷ് ഗോപി എങ്ങനെയാണ് ആംബുലൻസിൽ വന്നതെന്നുള്ളതാണ്. അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനൊന്നും 3 DGP-മാരൊന്നും വേണ്ട. അത് ഈ ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യം. ഒരു SP, ഒരു CI വിചാരിച്ചാൽ പറ്റാവുന്ന കാര്യമുള്ളൂ. അത് മുഖ്യമന്ത്രി ഒളിച്ചു വെക്കുകയാണ്. മഞ്ജുഷ, ഇതിപ്പോ എല്ലാ തൃശൂർക്കാർക്കറിയ കാര്യത്തിലെ കളിയൊക്കെ എവിടെ വരെ പോണേന്നുള്ളത്. ഇവിടെ BJP ആണെങ്കിലും CPM ആണെങ്കിലും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി തൃപ്തികരമായ മറുപടി പറയില്ല. കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ആംബുലൻസിൽ വന്ന എന്താണെന്ന് അറിയാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ശ്രീ സുനിൽകുമാറിനോട് ചോദിച്ചാൽ അദ്ദേഹം അതിന് തെളിവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നമുള്ളത്? പിന്നെ ഇതിൽ ഇടതുമുന്നണിയാണെന്ന് ആദ്യം ശ്രീ അനിൽകുമാർ മനസ്സിലാക്കൂ. ഇന്ന് നോക്കൂ, ഇവിടെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആദ്യം അനുവദിച്ചു കൊടുക്കണം. തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. ഇന്നത്തെ തന്നെ നോക്കൂ, NCP അവരുടെ മന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞ മാറ്റാൻ പറ്റില്ല. CPM-നെക്കാട്ടിലും വലിയ ദേശീയ കക്ഷി NCP. എന്നിട്ട് മുഖ്യമന്ത്രി പറയാ മന്ത്രിയെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ശരത് പവാറിന് വിലയില്ല ഇവിടെ. PC ചാക്കോ ദേശീയ നേതാവല്ലേ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് ഇവിടെ? നേരത്തെ ILN-ന്റെ മന്ത്രിയെ പിടിച്ച് പുറത്താക്കി. ഇപ്പൊ ILN-ന് മന്ത്രിയില്ല, RJDക്ക് മന്ത്രിയില്ല. ആകെപ്പാടെ CPM-യുടെ താല്പര്യം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോടാണ്. അവർക്കാണെങ്കിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. പാവ CPI-ക്കാർ ഇപ്പൊ ഇന്നലെ പോയിട്ട് ഇന്ന് ചർച്ച ചെയ്ത് ഇന്നിപ്പോ ബിനോയ് വിശ്വം പറയാ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന്. ഈ ഉറപ്പ് തന്നെയല്ലേ 5 മാസം കൊടുത്തത്. അത് തന്നെയാണ് തൃശൂർ പൂരത്തിന്റെ കാര്യത്തിലുള്ളത്. തൃശൂർ പൂരത്തിന്റെ കാര്യത്തില് CPM കള്ളക്കളി നടത്തുകയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂരിൽ വന്നിട്ട് പ്രസംഗിച്ചിട്ട് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമം നടന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്ന റിപ്പോർട്ട് ഒരു ദേവസ്വത്തിനെതിരാണെന്നുള്ള തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ 3 അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. 2-3 കാര്യങ്ങൾ അറിയേണ്ടേ ഉള്ളൂ. അത് അറിയണമെങ്കിൽ പോലീസ് അന്വേഷണം നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുമ്പോൾ അതൊരു ന്യായാധിപരാകുമ്പോൾ കൃത്യമായിട്ട് അന്വേഷണവും പോലീസ് റിപ്പോർട്ടിംഗ് ഒക്കെ വരും. അല്ലാതെ ഇതിൽ വേറെ നമ്മൾ തർക്കിച്ച് കാട് കയറേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ BJP-യും CPM-ഉം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇവര് ഈ PR ഏജൻസിയുടെ തർക്കമൊക്കെ ഇപ്പോ വന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അൻവർ ഈ കാര്യം പറയേണ്ടതെന്ന് എന്തുകൊണ്ടാണ്? ADGP RSS-കാരെ സന്ദർശിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ട കാര്യമല്ലേ? അത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് 2 കൂട്ടർ ആവശ്യപ്പെടുന്നില്ലല്ലോ. ജാവേദ്കറെ കണ്ടതിന്റെ പേരിൽ ഇടതുമുന്നണി കൺവീനറെ മാറ്റിയത്. ഇതൊക്കെ CPM-ഉം BJP-യും തമ്മിലെല്ലാം നടക്കുന്നുണ്ട്. ഇതൊരു ചാനൽ ചർച്ചയെ വന്നത് ഇങ്ങനെ പരസ്പരം പോരടിച്ചിട്ട് ആളുകളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, അനിലിന്റെ മറുപടി അവസാനിപ്പിക്കാം. അനിൽ, ഒരു കാര്യം, നരേന്ദ്രമോദി ഈ പ്രേരണകുമാരി എന്ന് പറയുന്ന അവരുടെ താരപ്രചാരകയെ മടിയിൽ വെച്ചുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയാനുള്ളത് പറയും. പ്രേരണകുമാരി ഇല്ലാതെ ശബരിമല കേസില്ല. ശബരിമല കേസിനകത്ത് സുപ്രീം കോടതി പോയി അടി ഇരന്ന് വാങ്ങുന്നത് പോലെ വിധി വാങ്ങിച്ചോണ്ട് വന്നത്. ഞാൻ പറയട്ടെ മഞ്ജുഷ, ഇത് മര്യാദകേടാണ്. മഞ്ജുഷ, നിങ്ങൾ ഇത്തരം ആളുകളുമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കരുത്. നമ്മുടെ ഒരു കാര്യം, അന്തസ് വേണം. പ്രേരണകുമാരി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറഞ്ഞേക്കാൻ ഞാൻ ആരുടെയും പുറകിൽ വിളിക്കില്ല. സുവർണാവസര എന്ന് പറയുന്ന അന്തസ്സില്ലായ്മയല്ലേ ഈ നിങ്ങളുടെ ശ്രീധരൻപിള്ള കാണിച്ചത്? എന്ത് അന്തസ്സില്ലായ്മയാണ്? ശബരിമല പ്രശ്നം സുവർണാവസരമാണ്. നിങ്ങൾ അമ്പലം തന്നാക്കുകളാണോ? നിങ്ങൾ അമ്പലം വിഴുങ്ങുകളാണ്. ആ അമ്പലം വിഴുങ്ങുകളുടെ രാഷ്ട്രീയം, പൂരം തകർത്ത നിങ്ങളുടെ രാഷ്ട്രീയം തുറന്നു കാട്ടപ്പെട്ടതിന്റെ വിഷമം ഞങ്ങളുടെ മേലെ തീർക്കാൻ വരണ്ട. അതുകൊണ്ട് നിങ്ങളെ സമയം കിട്ടില്ല. അന്വേഷണം പോകാൻ പോകുന്നത്, അന്വേഷണം നടക്കാൻ പോകുന്നത്, അന്വേഷണം വരുമ്പോ സുരേഷ് ഗോപിയും കുടുങ്ങും. സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ ശബരിമല വിഷയം കഴിഞ്ഞപ്പോ
വീട് സുരേഷ് ഗോപി വീടാന്തരം തുറന്നു കയറി മാപ്പ് കാട്ടപ്പെടുന്ന, പറഞ്ഞത് സുരേഷ് ഗോപി നിങ്ങളുടെ തുറന്നു പാർട്ടി കാട്ടപ്പെടുന്ന, സെക്രട്ടറി ആയിരുന്ന ഒരു വളരെ ബാലകൃഷ്ണനാണ്. പ്രധാനപ്പെട്ട ഞങ്ങളല്ല സുരേഷ് ഗോപി തുറന്നു കേട്ടോ? കാട്ടപ്പെടുന്ന, ഞങ്ങളല്ല സുരേഷ് ഗോപി വീട് തുറന്നു വീടാന്തരം കാട്ടപ്പെടുന്ന, കയറി ഇറങ്ങി ഞങ്ങൾക്ക് സുരേഷ് ഗോപി തെറ്റുപറ്റി തുറന്നു പോയി എന്ന് പറഞ്ഞ് കാട്ടപ്പെടുന്ന മാപ്പ് പറഞ്ഞ് നടക്കേണ്ടി വന്നത് നമ്മുടെ നാട് പോകുന്നത്. CPM-ന്റെ സംസ്ഥാന അതുകൊണ്ട് സെക്രട്ടറി ആയിരുന്ന പ്രേരണകുമാരിയെ കോടിയേരി ബാലകൃഷ്ണനാണ്. അല്ല, സുരേഷ് ഗോപിയുടെ കാര്യം അദ്ദേഹം പറയുന്നത് അല്ല ശ്രീ അനിൽകുമാർ, സുരേഷ് ഗോപിക്കെതിരെ കണ്ടെത്തലുകൾ ഉണ്ട് എങ്കിൽ അല്ല സുരേഷ് ഗോപിക്കെതിരെ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? സുരേഷ് ഗോപി കുടുങ്ങും എന്ന് പറയുന്നതല്ലാതെ ഈ 6 മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇത് താങ്കൾ എന്ത് ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് സുരേഷ് ഗോപി കുടുങ്ങുമെന്ന്? സുരേഷ് ഗോപി അല്ല ഇതിന്റെ ഗുണഭോക്താവ്. ആംബുലൻസ് ദുരുപയോഗിച്ച സുരേഷ് ഗോപിയാണ് ഗുണഭോക്താവ്. സുരേഷ് 6 മാസമായിട്ട് കേസ് പോലും എടുക്കാൻ എല്ലാ പറ്റില്ല. പരിപാടിയും ആംബുലൻസ് സുരേഷ് ദുരുപയോഗം ഗോപിയാണ്. ചെയ്തിട്ട് ആ സുരേഷ് ആംബുലൻസ് ഗോപിയെ ദുരുപയോഗം ചെയ്തിട്ട് 6 മാസമായിട്ട് കേസ് എടുക്കാൻ പോലും റിപ്പോർട്ടാണ്. പറ്റിയില്ല. അത് പോയി പറയാൻ നിങ്ങളുടെ പാർട്ടിയിൽ ആളുമില്ല. റിപ്പോർട്ടാണ്. അൽകുമാറേണ്ട 1000 പേജിൽ കൂടുതൽ 1200 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. 1200 പേജുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടാണ് അതൊന്നും പോരാ, സമഗ്രതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അത് തള്ളിക്കളയുന്നത്. അത് തള്ളിക്കളയുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ക്രൈംബ്രാഞ്ചിനെയും ഇന്റലിജൻസിനെയും DGP-യെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ മുഖ്യമന്ത്രി തള്ളിയിട്ടില്ലെന്ന് പറയരുത്. മുഖ്യമന്ത്രി തള്ളിക്കൊണ്ടേ നിങ്ങൾ ഇരിക്കുകയാണ്. കള്ളം പറയരുത്, റിപ്പോർട്ട് തള്ളുകയല്ലേ ചെയ്തത്. നിങ്ങൾ കള്ളം പറയരുത്, റിപ്പോർട്ട് തള്ളുകയല്ല ചെയ്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിടുകയാണ് ചെയ്തത്. ഇത്രത്തോളം സംഘപരിവാർ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ കാണേണ്ട കാര്യം അതാണ്. സംഘപരിവാർ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ശരി, ഞാൻ അവസാനിപ്പിക്കാം. സംഘപരിവാറിനെതിരായ യുദ്ധമാണിത്. അത് ഞങ്ങൾ തുറന്നു കാട്ടും, അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കുറച്ചുകൂടി നല്ലൊരു PR ഏജൻസിയെ വെച്ച് കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു വാചകം കിട്ടും അനിൽകുമാറെ. അത് മാത്രമേ പറയാനുള്ളൂ. ശരി, നന്ദി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ അത് ചോദ്യം മോദിയോട് പറഞ്ഞാൽ മതി. അത് മോദിയോട് പോയി പറഞ്ഞാൽ മതി. മോദിക്ക് എന്തായാലും അത് പിണറായി മോദിയോട് വിജയന് പറ. പറ്റുന്ന പോലത്തെ അബദ്ധമൊന്നും പറ്റുന്നത് നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല. പൂരം കലക്കിയതിൽ വീണ്ടും അന്വേഷണം, യോജിപ്പുണ്ടോ എന്നായിരുന്നു ഇന്നത്തെ ചോദ്യം. ഇതിൽ യോജിപ്പുണ്ട് എന്ന് 66%, ഇല്ല എന്ന് 30%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.